ഹലോ എവരി വൺ. കർവ് ഫിറ്റിംഗ് എന്ന ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് കർവ് ഫിറ്റിംഗ് എന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് നമ്മുടെ കയ്യിൽ കുറേ ഡേറ്റാസ് മാത്രമാണ് ഉള്ളതെന്ന് വിചാരിക്കും. നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് x1, y1, x2, y2, എക്സെട്ര xn, yn. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വൈ നിൽക്കുന്നത്. അങ്ങനെയായിട്ടുള്ള ഒരു അൺനോൺ ഫംഗ്ഷൻ. ആക്ച്വലി ആ ഫംഗ്ഷൻ ഏതാണെന്ന് നമുക്കറിയില്ല. ഫംഗ്ഷൻ അറിയാമെങ്കിൽ നമുക്കൊരു കർവ്, ഇഷ്ടമുള്ള ഒരു കർവ് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു അൺനോൺ ഫംഗ്ഷൻസ് ഒരു ഫംഗ്ഷനാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ നമുക്കറിയാം. അപ്പോൾ ഈ ഡേറ്റയ്ക്ക് ഏറ്റവും സ്യൂട്ട് ആകുന്ന തരത്തിലുള്ള ഒരു കർവ് നമുക്ക് ഫിക്സ് ചെയ്യണം. എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്താണ് ആ ഫംഗ്ഷൻ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കർവ് കണ്ടുപിടിക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കർവ് ഫിറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കുറേ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിന്റ്സിനെ എല്ലാം നമ്മൾ ഈ പ്ലെയിനിലേക്ക് പോയിന്റ് മാർക്ക് ചെയ്യും. നമ്മളിങ്ങനെ സ്കാറ്റർ ഡയഗ്രാം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് കുറേ പോയിന്റ്സ് ഇങ്ങനെ മാപ്പ് ചെയ്തെന്ന് വിചാരിക്കും. ഇവിടെ നമ്മളിങ്ങനെ സ്കാറ്റർ പ്ലോട്ട് മാപ്പ് ചെയ്തു. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് ഈ കർവ് വന്നിട്ടുള്ളതെന്ന് അറിയാം. അപ്പോൾ പക്ഷേ ഈ എല്ലാ പോയിന്റിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും സ്യൂട്ട് ആകുന്ന തരത്തിലുള്ള ഒരു കർവ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ കർവ് എന്ന് പറയുക. അപ്പോൾ ഈ കർവ് നമ്മൾ ഫിക്സ് ചെയ്യുക സം y ഈസ് ഈക്വൽ ടു a പ്ലസ് bx എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മളിവിടെ ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിനെ എല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഓരോ പോയിന്റിൽ നിന്നും നമ്മൾ ചെയ്യുമ്പോൾ എറർ മാക്സിമം മിനിമൈസ് ചെയ്യുക. എറർ ഏറ്റവും മിനിമൈസ് ചെയ്തിട്ടുള്ള ഒരു കർവാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടുന്നത്, നമ്മൾ സ്കാറ്റർ പ്ലോട്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. റൈറ്റ്, ഇങ്ങനെ ഒരു കർവാണ് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിനകത്തുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കർവ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഇങ്ങനെ ഒരു കർവായിരിക്കും നമുക്ക് കിട്ടുക. റൈറ്റ്, അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആവാം, അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആവാം. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പരാബോള ഷേപ്പിലുള്ള ഒരു കർവായിരിക്കാം. a പ്ലസ് bx പ്ലസ് cx സ്ക്വയർ ഫോമിലുള്ള ഒരു കർവായിരിക്കാം. റൈറ്റ്, ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്നില്ല. ചില സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളിത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഇങ്ങനെ കുറേ പോയിന്റ്സ് ആണെന്ന് വിചാരിക്കും. കുറേ പോയിന്റ്സ് മാത്രമേ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കർവ് ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഇമ്പോസിബിൾ ആയിരിക്കാം. ഇതിനെല്ലാം സ്യൂട്ടബിൾ ആകുന്ന ഒരു കർവ് കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സ്കാറ്റർ പ്ലോട്ട് വരച്ച് കഴിയുമ്പോൾ ഇഫ് ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അതിനെ ഫിറ്റ് ചെയ്യുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി ഫിറ്റ് ബെസ്റ്റ് ഫിറ്റ് സ്ട്രെയിറ്റ് ലൈൻ ടു ഇറ്റ്. ദാറ്റ്സ് എ ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പരാബോള ഷേപ്പിലാണ് നമ്മുടെ കർവ് വന്നിട്ടുള്ളതെങ്കിൽ, ഓക്കെ, ഒരു പരാബോള ഷേപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കർവ് എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ്, അപ്പോൾ ഇങ്ങനെ കർവുകൾ ഫിക്സ് ചെയ്യാൻ നമുക്ക് കുറേ മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് തന്നെയുള്ള ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് എന്ന് പറയും. ഇതിന്റെ തിയററ്റിക്കൽ പോർഷൻസിലേക്ക് നമ്മൾ പോകുന്നില്ല. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് വെച്ചിട്ട് എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാന്നുള്ള റിസൾട്ട് മാത്രമാണ് നമ്മളിവിടെ തന്നിരിക്കുക. ഈ റിസൾട്ട് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർപ്പസ് ഇതാണ്. y ഈസ് ഈക്വൽ ടു a പ്ലസ് bx എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇപ്പോൾ ഈ എയും ബിയും എന്ന് പറയുന്ന രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഈ രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പെർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് എ സെറ്റ് ഓഫ് ഡേറ്റ x1, y1, x2, y2, എക്സെട്ര xn, yn എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ വി ഫൈൻഡ് ദിസ് എ ആൻഡ് ബി? ദെൻ ടു ഫൈൻഡ് എ ആൻഡ് ബി, സോൾവ് ദ ഫോളോയിങ് നോർമൽ ഇക്വേഷൻസ്, ആൻഡ് വി ഹാവ് ടു ഇക്വേഷൻസ്. ഈ ഇക്വേഷനെ രണ്ടിനെയും കൂടി നമ്മൾ നോർമൽ ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ നോർമൽ ഇക്വേഷൻസ് കിട്ടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് y ഈസ് ഈക്വൽ ടു a പ്ലസ് bx. റൈറ്റ്, അപ്പോൾ y ഈസ് ഈക്വൽ ടു a പ്ലസ് bxനെ
നമ്മൾ ചെയ്യാൻ പോകുന്നത് y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. ഇതിൻ്റെ സിഗ്മ എടുക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇത് സിഗ്മ y ആവും. ഓക്കെ, ഇവിടെ സിഗ്മ എ എന്ന് എടുക്കും. എ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് മൊത്തം n ഡേറ്റാസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ എയെ നമ്മൾ n ടൈംസ് കൂട്ടുമ്പോൾ n ടൈംസ് എ എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ സിഗ്മ എടുക്കും. അപ്പോൾ ബി കോൺസ്റ്റന്റ് ആണ്. സോ ബി ടൈംസ് സിഗ്മ എക്സ് എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടാൻ ഇതിനെ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓൾറൈറ്റ്, ഇനി ഇതിൻ്റെ സിഗ്മ എടുക്കുക. അപ്പോൾ സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ ടൈംസ് സിഗ്മ എക്സ് പ്ലസ് ബി ടൈംസ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഓർത്തിരിക്കേണ്ടത്. അതെങ്ങനെയാണ് ഇക്വേഷൻ പെട്ടെന്ന് ഓർത്തിരിക്കാമെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫിക്സ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി ടൈം സിഗ്മ എക്സ് ആൻഡ് സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ ടൈം സിഗ്മ എക്സ് പ്ലസ് ബി ടൈം സിഗ്മ എക്സ് സ്ക്വയർ. ഓക്കെ, നൗ let's see some problems. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ടു ദി ഫോളോയിങ് ഡേറ്റ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, y എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതുകൊണ്ടാണ് y ഈസ് ഈക്വൽ ടു നമ്മൾ എ പ്ലസ് ബി എക്സ് എന്ന് എഴുതാം. അപ്പോൾ എക്സ് വാല്യൂസ് 0, 1, 3, 6, 8 ആണ്. കറസ്പോണ്ടിങ് y വാല്യൂസ് 1, 3, 2, 5, 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നോർമൽ ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നത് നോർമൽ ഇക്വേഷൻസ് എഴുതാന്നുള്ളതാണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. സിഗ്മ y ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി ടൈംസ് സിഗ്മ എക്സ്, ദെൻ സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ ടൈംസ് സിഗ്മ എക്സ് പ്ലസ് ബി ടൈംസ് സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ ഈ നോർമൽ ഇക്വേഷനിൽ നമുക്ക് ആവശ്യമുള്ള സിഗ്മ വൈ, അതുപോലെ സിഗ്മ എക്സ്, സിഗ്മ എക്സ് വൈ, സിഗ്മ എക്സ് സ്ക്വയർ, ഇത്രയും വാല്യൂസ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഡേറ്റയിൽ നമ്മൾ കണ്ടുപിടിക്കണം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ നമുക്കറിയാം n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 5 ആണ്. n is equal to 5 ആണ്. ഇനി ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ്. ഇതെല്ലാം ഈ സിഗ്മ സം വാല്യൂസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ആദ്യം നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുക. ഓക്കെ, സോ ഫസ്റ്റ് റൈറ്റ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ്, ദെൻ ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ വൈ. ഇനി നമുക്ക് വേണ്ടത് സിഗ്മ എക്സുകൾ ഇത് കൂട്ടുമ്പോൾ സിഗ്മ എക്സ് കിട്ടും, സിഗ്മ വൈ എന്ന് വെച്ചാൽ ഇത് ആഡ് ചെയ്യുമ്പോൾ സിഗ്മ വൈ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു വാല്യൂ വേണം, പിന്നെ എക്സ് വൈയും വേണം. റൈറ്റ്, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് സ്ക്വയർ വാല്യൂസ് ആണ്. സോ 0 സ്ക്വയർ ഇസ് 0, 1 സ്ക്വയർ ഇസ് 1, 3 സ്ക്വയർ ഇസ് 9, 6 സ്ക്വയർ ഇസ് 36, 8 സ്ക്വയർ ഇസ് 64. ഓക്കെ, ദെൻ എക്സ് വൈ, എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് വൈ എന്ന് പറയുന്നത് 0, 3, 6, 6 5s are 30, 8 4s are 32. ഇങ്ങനെ കിട്ടും. ഓൾറൈറ്റ്, ഇനി ഇതിൻ്റെ എല്ലാം സമ്മ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നതാണ് നമ്മൾ സിഗ്മ എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സമ്മ് നമ്മൾ കാണുമ്പോൾ 18 ആണ് കിട്ടുക. റൈറ്റ്, ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 18 ആണ്. അടുത്തത് സിഗ്മ വൈ കാണണം. റൈറ്റ്, സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഇത് സം ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. അടുത്തത് സിഗ്മ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ മതിയാവും. സോ 64 പ്ലസ് 36 പ്ലസ് 9 പ്ലസ് 1 ഈക്വൽ ടു 110 എന്ന് കിട്ടും. നെക്സ്റ്റ് സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 32 പ്ലസ് 30 പ്ലസ് 6 പ്ലസ് 3 and that is equal to 71. Right. നമുക്ക് ഈ വാല്യൂസ് എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ നോർമൽ ഇക്വേഷനകത്തേക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. നോർമൽ ഇക്വേഷൻ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമുക്ക് 1 എന്ന് വിളിക്കാം.
ഇതിനകത്തേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഫോർമുല ഇതാണ്, സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ് എന്നാണ്. സോ സിഗ്മ വൈ എന്ന് പറയുന്നത് 15 is equal to n times a, n 5 ആണ്, 5a plus b times sigma x, that is 18b എന്ന് കിട്ടും. അടുത്തത് സിഗ്മ എക്സ് വൈ ആണ് രണ്ടാമത്തെ ഇക്വേഷൻ. സിഗ്മ എക്സ് വൈ is 71 is equal to a times സിഗ്മ എക്സ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 18 ആണ്, സോ 18a plus അടുത്തത് b times സിഗ്മ എക്സ് സ്ക്വയർ ആണ്. സിഗ്മ എക്സ് സ്ക്വയർ 110b എന്ന് കിട്ടും. Alright, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാവുന്നതാണ്. ഇത് കാൽക്കുലേറ്ററിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് 2 വേരിയബിളുള്ള ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. മോഡിൽ പ്രസ് ചെയ്തിട്ട് EQN എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ നമുക്ക് 2 അൺനോൺസ് ആണ് ഉള്ളത്. ഇപ്പോൾ 2 അൺനോൺസ് എടുക്കുക, അതിനുശേഷം ഈ കോഎഫിഷ്യൻസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് എയുടെ കോഎഫിഷ്യൻ്റ് കൊടുക്കുക 5, ദെൻ ബിയുടെ കോഎഫിഷ്യൻ്റ് 18, പിന്നെ കോൺസ്റ്റന്റ് ടൈം 15. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കഴിയും. വീണ്ടും സെക്കൻഡ് ഇക്വേഷനിൽ എയുടെ കോഎഫിഷ്യൻ്റ് ആദ്യം കൊടുക്കണം 18, പിന്നെ ബിയുടെ കോഎഫിഷ്യൻ്റ് 110 ആൻഡ് ദെൻ കോൺസ്റ്റന്റ് ടൈം 71. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് വേരിയബിൾ ആണ് എക്സ് എന്ന് ഇവിടെ തരിക. സോ എ ഇസ് ഈക്വൽ ടു 1.6460 എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് വേരിയബിൾ ബി ഇസ് ഈക്വൽ ടു 0.3761 എന്ന് കിട്ടും. നമുക്ക് എയും ബിയും കാൽക്കുലേറ്റർ നമ്മൾ സോൾവ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് y is equal to a plus bx എന്നാണ് പറയുന്നത്. സോ 1.6460 plus bx 0.7361x, ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഡു വൺ മോർ പ്രോബ്ലം. ഇതാണ് സെക്കൻഡ് പ്രോബ്ലം. ഇഫ് P is the pull required to lift a load W by means of a pulley block, find a linear load of the form P is equal to MW plus C. ഇപ്പോൾ W എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഓരോ വെയിറ്റിനനുസരിച്ചിട്ട്. ഓക്കെ, ആൻഡ് സോ P ഡിപ്പെൻഡ്സ് ഓൺ W. അപ്പോൾ W എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതായത് എക്സിന്റെ സ്ഥാനത്ത് W എടുക്കണം, വൈയുടെ സ്ഥാനത്ത് P എടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു ബെസ്റ്റ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം when W is equal to 150. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ W എടുക്കണം. ഇതാണ് ടേബിൾ. അപ്പോൾ ഫസ്റ്റ് വാല്യൂ എക്സ് W ആയിട്ട് എടുക്കുക, ദെൻ പി. ഓക്കെ, നമുക്കറിയാവുന്ന നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് നമ്മുടെ നോർമൽ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പി ആൻഡ് W. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഡബ്ല്യുവും വൈയുടെ സ്ഥാനത്ത് പിയും ആണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ഇക്വേഷൻസ്, ഇത്രയും ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡബ്ല്യുവും പിയും നമുക്കറിയാം. സോ ഫൈൻഡ് W സ്ക്വയർ ആൻഡ് PW. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് രണ്ടും കണ്ടുപിടിക്കുക, അതിന് ശേഷം സം എടുക്കുക. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ W സ്ക്വയർ PW എല്ലാം കണ്ടുപിടിക്കുന്നു, ആൻഡ് അതിന് ശേഷം എല്ലാത്തിനും സം എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം സിഗ്മ W ടു സിഗ്മ P, സിഗ്മ W സ്ക്വയർ, സിഗ്മ PW. ഈ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്ററിൽ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോർമൽ ഇക്വേഷൻസ് മാറുന്നത് സിഗ്മ P എന്ന് പറയുന്നത് 73 is equal to n എന്ന് പറയുന്നത് ഇവിടെ n is equal to 4 ആണ്. അപ്പോൾ 4c plus m times സിഗ്മ W 340 ആണ്. സോ 340 m എന്ന് കിട്ടും. അടുത്തത് സിഗ്മ PW 6750 is equal to c times sigma W. Sigma W എന്ന് പറയുന്നത് 340 ആണ്. 340c plus then 31,800 m square, m എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക.
അപ്പോൾ നമുക്ക് കിട്ടും C is equal to 2.2785 and M is equal to 0.1879 എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എഴുതാം. 0.1879W പ്ലസ് 2.2785. ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. Okay, now what is the value of P when W is equal to 150 എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ when W is equal to 150 is equal to, അപ്പോൾ ഈ 150 എന്ന് പറയുന്ന വാല്യൂ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W is equal to 150, അത് 0.1879 times 150 plus this quantity. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 30.4635 ആയിരിക്കും. ഓൾറൈറ്റ്, ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ ഫിറ്റ് ചെയ്യുക. ഓക്കെ, തന്നിരിക്കുന്ന ഒരു ഡേറ്റയ്ക്കകത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതേ രീതിയിലുള്ള കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദിസ് സെഷൻ. ഓക്കെ, താങ്ക് യു.